ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സ്പെഷ്യൽ ഐറ്റംസ് വന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഈ വീഡിയോസ് പൊന്നാര ഫ്രണ്ട്സുകളെ, ഈ വീഡിയോസ് 8.8 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോസാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇന്ന് ആനക്കോട്ടയിലാണ്. പുന്നത്തൂർ കോട്ട എന്ന് പറയും, ഗുരുവായൂർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആനക്കോട്ടയിൽ വന്നപ്പോൾ കണ്ട ദൃശ്യം ഇതായിരുന്നു. ആനയുടെ കുളത്തിലായിപ്പോയി. കുളം കാലിയാണ്, കുളത്തിലാരുമില്ല. അപ്പോൾ നമുക്ക് കുളത്തിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഒരു 3-4 അതിഥികൾ കാത്തിരിപ്പുണ്ട്. നമുക്ക് അവിടെ മുതൽ തുടങ്ങാം. ഇതാണ് ഗായ്സ് പുന്നത്തൂർ കോട്ടയിൽ ആനനെ കുളിപ്പിക്കുന്ന കുളമാണിത്. ഈ കുളത്തിൻ്റെ പക്കത്ത് 4-5 കുളക്കാക്കകൾ ഇരിക്കുന്നുണ്ട്. ഇത് കുളത്തിലിങ്ങനെ ഊളിട്ടാണ്ട് പോയിട്ട് തിരിച്ചിങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇതാണ് കുളം, പുന്നത്തൂർ ആനക്കോട്ടയിൽ ആനക്കുളം. ഇവിടെ മുതലായിക്കോട്ടെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇതിലൊരുപാട് സബ്സ്ക്രൈബ്സ് ഉണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കൊട്ടാരാണ്. പഴയ ഇവിടുത്തെ തറവാട് എന്ന് കണ്ട് നോക്കാം. ഇതാണ് തറവാട്. നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് പുന്നത്തൂർ കോട്ട. പഴയ കോട്ടയാണ്. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ലെവലിലാണ്. അതുകൊണ്ട് അകത്തേക്ക് നോ എൻട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, വലിയ ഒരു ആൽമരമാണ്. അകത്തേക്കുള്ള പ്രവേശനമില്ല. നമുക്ക് സൈഡിലൂടെ പോയിട്ട് വേണമെങ്കിൽ കാണാം. ഇവിടെ ഒരുപാട് വിശേഷങ്ങളുള്ള സ്ഥലമാണ് പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്, ശോചനീയ അവസ്ഥയാണ്. പുനർനിർമ്മാണമായിട്ടൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ അകത്തേക്കൊന്നും പ്രവേശനമില്ല. എല്ലാം മുട്ട് കൊടുത്തിട്ട് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ആനകളൊക്കെ ഒരുപാടുണ്ട്. ആനകളുടെ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ വരുന്നുണ്ട്. അടുത്തേക്ക് പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് ആനയുടെ അടുത്തേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഓഫീസ്, ഡ്യൂട്ടി ഓഫീസേഴ്സ്. ഇവിടെ മുതലാണ് പുന്നത്തൂർ ആനക്കോട്ടയുടെ തുടക്കങ്ങൾ. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കണേ. ഒരുപാട് ലെങ്ത് വീഡിയോ ആണ്. ഇതാണ് ഇവിടുത്തെ ഒരു ആന. ആനയുടെ പേരറിയില്ല. ഒരു നല്ല ഭക്ഷണത്തിലാണ്. നല്ല ആനയാണ്, ഭക്ഷണത്തൊരു ആനയാണ്. എൻ്റെ കൂടെ കുറച്ച് അതിഥികൾ വേറെ ഉണ്ട്. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൊക്കുകൾ. ഒരു കൊക്ക്, അടുത്ത കൊക്ക്. ഇവരെ അടുത്ത് വരുന്ന പ്രാണികളെല്ലാം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളെ ആനയെ ചട്ടം പഠിപ്പിക്കുന്ന കൂട്. ഇവിടെയാണ് ആനയെ ചട്ടം പഠിപ്പിക്കുന്നത്. ഈ കൂട്ടിലാണ് ആനയെ മരിക്കുന്നത്. അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്നവരെ ഈ കൂട്ടിലിട്ടിട്ടാണ് അവർ ആനയെ ചട്ടം പഠിപ്പിക്കുക. ഇത് അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള കൂടാണ്. ഷെല്ലുകളാണ്, കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ടുള്ള ഷെല്ലുകളാണ്. അതിനകത്തേക്ക് ആനയാക്കിയാൽ അവർ പറയുന്നത് അനുസരിക്കുന്ന സമയത്ത് ആനയെ പുറത്താക്കും. ഇവിടെ പുതിയ പുതിയ കൂടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനകൾക്ക് മഴ കൊള്ളാതെ നിൽക്കാനും അവർക്ക് ബാത്തടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിലാണ് കൂടുണ്ടാകുക. ഇവർ മതപ്പാട് സമയങ്ങളിൽ ഇവരെ തളച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്ത് പട്ടെല്ലാം എടുത്തിട്ട് എറിയോ. ഭയങ്കര ഹൈറ്റിലാണ് എറിയുക. അതുകൊണ്ട് തന്നെ അത് സീറ്റൊക്കെ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നെറ്റ് കൊടുത്ത്, നല്ല സ്ട്രോങ് നെറ്റ് കൊടുത്തിട്ടാണ് അവർ പണിയുന്നത്. അപ്പം മേലേക്ക് എന്തെടുത്തെറിഞ്ഞാൽ ആ നെറ്റിലേ തടയുള്ളൂ. മേലത്തെ സീറ്റ് ഒരു കാരണവശാലും ബാധിക്കില്ല. അതിനുവേണ്ട സജ്ജീകരണങ്ങളോട് കൂടിയുള്ള കൂടാണ് നിർമ്മിക്കുന്നത്. അതുപോലെ ഒരുപാട് കൂടുകൾ നിർമ്മിക്കുന്നുണ്ട്. പുതിയ പുതിയ സെറ്റുകളാണ്. ഇതാണ് അടുത്തൊരു ആന. ആള് ലേശം പെശകാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെയാണ് തളച്ചിരിക്കുന്നത്. ആർക്കും അടുത്തേക്ക് പോകാൻ പ്രവേശനമില്ല.
ഏത് നിമിഷം പട്ടെടുത്ത് എറിയാൻ സാധ്യതയുണ്ട്. അവരെറിഞ്ഞാൽ ഉന്നം പഴക്കാറില്ല. അവർ ലക്ഷ്യം വെച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കൊണ്ടിരിക്കും. ആനകൾ ഒരുപാടുള്ള കോട്ടയാണ് പുന്നത്തൂർ കോട്ട. പക്ഷേ എല്ലാ ഉത്സവത്തിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ പോയിരിക്കുകയാണ്. കുറച്ച് ആനകൾ ഇവിടെ ഉള്ളൂ. അവശേഷിക്കുന്ന ആനകളുടെ ഫോട്ടോ നമ്മൾ എടുക്കുന്നതാണ്. ഇത് നല്ല മതപ്പാടിലാണ്. ഏത് നിമിഷം പട്ട കൊണ്ട് ഏറ് കിട്ടാം. അധികം നിൽക്കാൻ പറ്റില്ല. എറിഞ്ഞാൽ ഉന്നം പഴക്കാറില്ല. അതുകൊണ്ട് അധികം നിൽക്കുന്നില്ല. ഒരു മീഡിയ രൂപത്തിലൊരു വീഡിയോസ് എടുത്തിട്ട് നമുക്ക് ഒഴിഞ്ഞു പോകാം. നല്ല മതപ്പാട്, നല്ല മൂത്ത സമയമാണ്. ഇതാണ് അടുത്തൊരു ആന. വളരെ ലക്ഷണമൊത്തൊരു ആനയാണ്. നല്ല ഐശ്വര്യമുള്ള, നല്ല വണ്ണം തടിയൊക്കെ ഉണ്ട്. ഹൈറ്റ് കുറവാണ്. ഇപ്പോൾ നിൽപ്പ് 5 കാലിലാണ്. ആന നല്ല കാണാൻ ഭംഗിയുള്ളൊരു ആനയാണ്. ഒരു നല്ല സുഖമായ നിന്നുകൊണ്ടുള്ള ഉറക്കത്തിലാണ് തോന്നുന്നുണ്ട്. ഇത് ആന അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയിട്ട് എടുക്കാം നമുക്ക്. ഇതൊരു ആനയാണ്, ഇതൊരു ആനയാണ്. പുറത്തെല്ലാം മണ്ണ് വാരിയിട്ട് നിൽക്കുകയാണ് ആൾ. ഇതാണ് ഇവിടുത്തെ ഉണ്ടപ്പക്രു. നല്ല ഉണ്ട കുട്ടിയാണ്. അധികം ഹൈറ്റില്ല. നല്ല ഉറക്കത്തിലാണ്. നിന്നിട്ടാണ് ഉറങ്ങണത്. ഇതൊരു മോഴയാനാണ്. കൊമ്പില്ല. ഒരു ഫോറസ്റ്റ് ഏരിയ മാതിരിയാണ് കണ്ടാൽ. കുറച്ച് മരങ്ങളും. ഇതും ഒരു കുളമാണ്. ഇതിൽ ആനനെ കഴുകാറില്ല. പക്ഷേ ഇതൊരു പിടിയാനാണ്. പെണ്ണാണ്. നല്ല നല്ല ഭംഗിയിലിരുന്ന ആടാണ്. ഇതിലൊക്കെ നടക്കാൻ നല്ല രസമാണ്. കാരണം ചുറ്റുഭാഗം മരങ്ങളാണ്. റോഡ് നടുക്കൽ കൂടെ ഇങ്ങനെ സൈഡിൽ മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നടക്കാൻ നല്ല രസമാണ്. അതുപോലെ സഞ്ചരിക്കാം നമുക്ക്. കണ്ട
ഫ്രണ്ട്സ്, ഇവനാണ് ലാസ്റ്റ് ആന. അപ്പോൾ നമ്മൾ കോട്ട മുഴുവൻ കറങ്ങി ആനയെ കണ്ടു. ഇനി എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബും ഫോളോവേഴ്സും ലൈക്കുമാണ് നമ്മളെ വിജയം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.